പുഷ്പ പുഷ്പരാജ് ഫയർ അല്ല വൈൽഡ് ഫയർ കാട്ടുതീയായിട്ടാണ് പുഷ്പയായിട്ട് അല്ലു അർജുൻ ഇത്തവണ എത്തുന്നത്. ഡിസംബർ 5-ാം തീയതി തിയേറ്ററുകൾ പ്രകമ്പനം സൃഷ്ടിക്കാൻ അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 എത്തുമ്പോൾ താഴത്തില്ലടാ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയാണ് ബുക്ക് മൈ ഷോയിലും കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴാതെ കുതിപ്പാണ് പുഷ്പ 2. ബുക്കിംഗ്സിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുഷ്പ 2 ചരിത്രമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ അങ്ങനെയാണ്. ഇന്ന് ഡിസംബർ 3, 2 ദിവസം മാത്രമാണ് പുഷ്പ 2-നായി റിലീസിനുള്ളത്. അതായത് ഏകദേശം 40 മണിക്കൂറിന് താഴെ ഉള്ളൂ. കാരണം ആദ്യ ഷോ 4 മണിക്ക് തുടങ്ങും. അപ്പോൾ ഏകദേശം 40 മണിക്കൂറിന് താഴെ മാത്രമേ ഇനി പുഷ്പ 2 തിയേറ്ററുകളിൽ വരാനുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് 1 മില്യൺ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി പുഷ്പ 2 വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും 40 മണിക്കൂറുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം വരാൻ പോകുന്ന മണിക്കൂറുകളിലും ഇതേ ട്രെൻഡ് ആവർത്തിക്കുകയാണെങ്കിൽ പല റെക്കോർഡുകളും പുഷ്പ 2 പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും. 10 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി പുഷ്പ 2 വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ ഒരു പുതുചരിത്രമാണ് അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 ദ റൂൾ തീർക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ 10 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കേണ്ടത് കൽക്കി 2898 AD, ബാഹുബലി 2 മാത്രമല്ല KGF 2 ഈ 3 ചിത്രങ്ങളുടെയും കളക്ഷൻ റെക്കോർഡുകളാണ് പുഷ്പ ഇന്നത്തെ ദിവസത്തോടു കൂടി തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കേണ്ടത്. 50 കോടിയോളം രൂപയാണ് ബുക്ക് മൈ ഷോ വഴി, അല്ലാതെ ടിക്കറ്റ് ബുക്കിങ്ങുകൾ വഴി മാത്രമായിട്ട് ഇതുവരെ പുഷ്പ 2 നേടിയിരിക്കുന്നത്. അതിൽ 35 കോടിയോളം രൂപ തെലുഗു, ഹിന്ദി, മലയാളം മാർക്കറ്റുകളിൽ നിന്നാണ് വിറ്റുപോയിരിക്കുന്നത്. അതിൽ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തെലുഗുവിൽ 17.16 കോടി രൂപയാണ് നിലവിലുള്ളത്. ഹിന്ദിയിൽ 12 കോടി രൂപയും മലയാളത്തിൽ കേരളത്തിൽ നിന്ന് 1 കോടി രൂപയാണ് ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രമായി, അതായത് പ്രീ ബുക്കിംഗ്സിൽ നിന്ന് മാത്രമായിട്ട് പുഷ്പ നേടുന്നത്. ഏകദേശം പറയേണ്ടി വരും 500ഓളം തിയേറ്ററുകളിലാണ് കേരളത്തിൽ ചിത്രം റിലീസിനെത്തുന്നത്. അങ്ങനെ ഒരു വലിയ കളക്ഷനോട് കൂടി തന്നെ, ഒരു വലിയ കിക്ക് സ്റ്റാർട്ടോട് കൂടി തന്നെയാണ് പുഷ്പ 2 തിയേറ്ററുകളിലേക്ക് വരുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. 4 മണിക്ക് ആദ്യ ഷോ ആരംഭിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രതികരണം എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. കാരണം നമ്മൾ ഒന്ന് ചരിത്രം പരിശോധിച്ചാൽ പുഷ്പ റിലീസ് ആവുന്ന സമയത്ത് പുഷ്പയ്ക്ക് റിലീസ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഓളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സിനിമ വന്നതിന് ശേഷം, റിലീസായതിനു ശേഷം, അതിന് മുന്നേ പാട്ടുകളൊക്കെ തന്നെ വലിയ ഹിറ്റായിരുന്നു. സിനിമ റിലീസായി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പുഷ്പ ഒരു പോക്കായിരുന്നു. ആ പോക്ക് കഴിഞ്ഞിട്ട് പിന്നീട് OTT-യിൽ വരുന്നു. OTT കഴിഞ്ഞ് TV-യിലും കൂടി വന്നതിന് ശേഷം വലിയ ജനപ്രീതി ചിത്രം നേടുന്നു. കുടുംബ പ്രേക്ഷകർക്കിടയിൽ പുഷ്പ ഒരു ചർച്ചാ വിഷയമാകുന്നു. അതിനുശേഷം അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടുന്നു. അങ്ങനെ പുഷ്പ ഒരു സെൻസേഷനായി മാറുകയായിരുന്നു പുഷ്പ 2 റിലീസ് വരെ. നമുക്ക് എടുത്ത് സൂചിപ്പിക്കാനുള്ള കണക്കുകൾ പുഷ്പ 2-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് അപ്ഡേറ്റ് പുറത്തുവിട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു കോളിളക്കം നിസ്സാരമൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഓളം സൃഷ്ടിച്ചിരുന്ന പുഷ്പ 2 ആണ് ഇപ്പോൾ ഒടുവിൽ റിലീസിനെത്തുന്നത്. ഡിസംബർ 5-ാം തീയതി ചിത്രം റിലീസിനെത്തുകയാണ്. 4 മണിക്കുള്ള ഫാൻ ഷോയ്ക്കൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും പല സെൻറ്ററുകളിലും ഓൾറെഡി ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലുള്ള ഒരു റിസപ്ഷനാണ് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടത്. ഈ ബുക്ക് മൈ ഷോയിലും ബാക്കിയുള്ള ബുക്കിംഗ് ചാനൽസിൽ നിന്നുമൊക്കെ ഇത്രയും വലിയൊരു ചരിത്രം സൃഷ്ടിക്കുമ്പോൾ കേരളം സ്വീകരിക്കുകയാണ് പുഷ്പ 2-ന്. 500ഓളം സ്ക്രീനുകളാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ചിത്രത്തിന് വേണ്ടിയിട്ട് കേരളം ഒരുക്കുന്നത്. അപ്പോൾ അത്രമാത്രം ആദ്യ ഷോ കഴിയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ചിത്രത്തിൻ്റെ പ്രതികരണം എന്നത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്. ട്രെയിലർ വലിയ സെൻസേഷനാണ്. പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിന് ഒരു മുഴുനീള റോളിൽ പുഷ്പ 2-ൽ കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയും മലയാളി ആരാധകർക്കിടയിലുണ്ട്. കാരണം ആദ്യ ഭാഗത്തിൽ ക്ലൈമാക്സിൽ ഒരു 15-20 മിനിറ്റ് മാത്രമായിരുന്നു ഫഹദിൻ്റെ സ്ക്രീൻ സ്പേസ്. അതുപോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഫഹദ് തിയേറ്റർ വിട്ടത്, നമ്മളെ തിയേറ്ററിൽ നിന്ന് ഇറക്കിയത്. അപ്പോൾ പുഷ്പ 2-ലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ഫഹദിൻ്റെ പെർഫോമൻസ്, എങ്ങനെയായിരിക്കാം മൊത്തത്തിൽ കാര്യങ്ങൾ മാറുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ ഈ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ പുഷ്പ 2 ഫാൻസ് ആണ് നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് വരിക. താങ്ക് യു സോ മച്ച്.